ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. H3 ഹെസ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി. നാളെ മിസ്ബാഹിൻ്റെ കല്യാണമാണ്. വീട്ടിൽ ആളും തിരക്കുമൊക്കെയായി. ഷിനുവിൻ്റെ ഉമ്മയും ഉപ്പയും രാവിലെ തന്നെ വന്നു. മിസു എപ്പോഴാ പുറത്തു പോകണമെന്ന് പറഞ്ഞത്? ഇപ്പം പോകാൻ കാക്കൂ. എന്നാൽ പോയി റെഡി ആയിക്കോ. മോളെ, വരുന്ന വഴിക്ക് ജ്വല്ലറിയിൽ കയറി എടുത്തു വെച്ച ഗോൾഡ് വാങ്ങി പോന്നേക്ക് കേട്ടോ. ഒപ്പിച്ചി. കുറച്ചു നേരം കഴിഞ്ഞതും അവർ പുറത്തേക്ക് പോയി. കുറച്ചു സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. മാളിൽ പോയി എല്ലാം വാങ്ങി അവിടെ നിന്ന് തിരിച്ചു ഇറങ്ങി. ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് എടുത്ത് എല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് പോന്നു. മിസു, ഞാൻ വീട്ടിലേക്ക് കയറണില്ല. എന്താ കാക്കൂ? എനിക്ക് കാറ്ററിംഗുകാരെ ഒന്ന് കാണണം. ഗേറ്റിൻ്റെ അവിടെ നിർത്താം. സാധനങ്ങൾ നീ കൊണ്ടുപോകില്ലേ? കാക്കൂ. എന്നാ മോൾ ഇറങ്ങിക്കോ. ശരി കാക്കൂ. വേഗം വരില്ലേ? വരും. എന്നാ കാക്കു പോയിക്കോ. കാക്കു പോയി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ വന്നത്. നമ്മളെ അടുത്തേക്ക് ആള് വന്നു. ആയിഷ മിസ്ബ ആരാ? ഞാനാണ്. എന്താ? ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. എനിക്കോ? അതെ. ഇതാ സൈൻ ചെയ്യണം. നമ്മളത് സൈൻ ചെയ്ത് വാങ്ങി. എന്താ റബ്ബേ ഇത്? നമ്മളത് വേഗം ബാഗിൽ വെച്ച് സാധനങ്ങളുമായി വീട്ടിലേക്ക് കയറി. ഗോൾഡ് ഉപ്പച്ചീൻ്റെ ഏൽപ്പിച്ച് റൂമിലേക്ക് കയറി ഡോറടച്ചു. വേഗം ബാഗിൽ നിന്നും അതെടുത്ത് കവറ് പൊട്ടിച്ച് തുറന്നു വായിച്ചു നോക്കി. കൈകാലുകൾ വിറച്ചു തളർന്നു പോയി. ഷിനുക്കാക്ക് എന്നെ വേണ്ടാന്നുള്ളതിനുള്ള തെളിവ്. ഡിവോഴ്സ് നോട്ടീസ്. റബ്ബേ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. കണ്ണിൽ ആകെ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ആകെ തളർന്നു താഴേക്ക് വീണുപോയി. റബ്ബേ, ഞാൻ ഇവരോടൊക്കെ എങ്ങനാ ഇത് പറയാ? ഏതായാലും കാക്കൂൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അറിയിക്കാം. ഇപ്പോൾ ഇതൊക്കെ കേട്ടാൽ ഉപ്പച്ചിയും ഉമ്മയും തളരും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയണ്ട. ഇത്രയും ആയിട്ട് ഷിനുക്ക എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. പറ്റുന്നില്ലായിരിക്കും. ഷിനുക്കാനെ കുറ്റം പറയാൻ പറ്റില്ല. അത് കുറേ വേദനിച്ചതല്ലേ. എന്നെ ഷിനുക്കാക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ലായിരിക്കും. പാവം. അതിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. ഞാനൊരു തടസ്സമാവണ്ട. പെട്ടെന്നാണ് ഡോറിൽ തട്ട് കേട്ടത്. കണ്ണ് തുടച്ച് വേഗം ഡോറ് തുറന്നു. ഷിനുക്കാട് ഉമ്മയായിരുന്നു. മോള് ഡ്രസ്സ് മാറാൻ കയറിയിട്ട് ഇതുവരെ മാറിയില്ലേ? എന്താ മോളെ വല്ലാണ്ടിരിക്കണേ? വയ്യേ? ഒന്നുമില്ലമ്മ. എന്താണ് മോളെ? എന്താണ് എൻ്റെ മോളെ ശബ്ദം ഇടറിയിരിക്കുന്നത്? ഒന്നുമില്ലമ്മ. കാര്യം പറ മോളെ. മോളെന്തിനാ കരയുന്നത്? ഇരിക്ക്, ഉമ്മ ഡോറടക്കട്ടെ. ഉമ്മ വേഗം പോയി ഡോറടച്ചു. പറ മോളെ, എന്തിനാ കരയുന്നത്? ഉമ്മ അത് ചോദിച്ചത് അവൾ ഉമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മോളെ, കരയാതെ കാര്യം പറ. ഉമ്മ, ഷിനുക്കാക്ക് എന്നെ വേണ്ടാന്ന്, ഡിവോഴ്സ് വേണമെന്ന്. മോളെ, ആരാ മോളോട് ഇത് പറഞ്ഞത്? ഷിനുക്ക എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. ഉമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല ഉമ്മ. എൻ്റെ കൈയും കാലും വിറക്കുവാണ്. മോളെ കരയല്ലേ. എൻ്റെ മോള് കരയല്ലേ. ഇപ്പോൾ ഇവിടെ ആരും ഒന്നും അറിയണ്ട. ഉമ്മ, ആരും അറിയണ്ട. എൻ്റെ മോള് പോയി മുഖമൊക്കെ കഴുകി വാ. ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. മോളിങ്ങനെ ഇരിക്കല്ലേ. ഞാൻ വരാം. ഉമ്മ പോയിക്കോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി മോളെ. ഉമ്മ അങ്ങോട്ട് ചെല്ലട്ടെ. ഉമ്മ പോയി കഴിഞ്ഞതും അവൾ ബാത്റൂമിലേക്ക് കയറി. ഷവർ തിരിച്ചു. അതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറേ കരഞ്ഞു. സങ്കടം മുഴുവൻ അവളുടെ കണ്ണുനീരായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും ബന്ധുക്കളൊക്കെ എത്തി. വീടാകെ നിറഞ്ഞു. ഓരോരുത്തർ ഇമ്മളോട് ചോദിക്കുന്നു, ഒരളിയനല്ലേ ഉള്ളൂ, കല്യാണത്തിന് എന്താ കൂടാൻ വരാത്തെ എന്നൊക്കെ. ലീവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോയി. അവിടെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് നിറയെ ഡിവോഴ്സ് നോട്ടീസാണ്. എങ്കിലും എല്ലാവരോടും ചിരിച്ചും സംസാരിച്ചും നടന്നു. വൈകുന്നേരമായപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പോയി. അധികം ആരെയും കൂട്ടിയില്ല. കാക്കുവും ഞാനും ഷിനുക്കാട് ഉമ്മയും ഉപ്പയും. അവിടെ പോയി ഡ്രസ്സ് കൊടുത്തു. മൈലാഞ്ചി ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഫുഡ് കഴിച്ച് അവിടുന്ന് പോന്നു. വീട്ടിലെത്തി റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി കിടന്നു. അവരോട് തലവേദന ആണെന്ന് പറഞ്ഞപ്പോൾ കിടന്നോളാൻ പറഞ്ഞു. കിടന്നിട്ട് വീണ്ടും കുറേ കരഞ്ഞു. എപ്പോഴോ ഉറങ്ങിപ്പോയി. സുബഹി ബാങ്ക് കേൾക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് കുളിച്ചു അടുക്കളയിലേക്ക് ചെന്നു. എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കേട്ട്. പിന്നെ പോയി നിസ്കരിച്ചു കുറേ നേരം ഇരുന്ന് ദുആ ചെയ്തു. അവിടുന്ന് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോഴേക്കും രാവിലേക്ക് വേണ്ട പാലൊക്കെ എത്തിയിരുന്നു. നേരം വെളുത്തു. 8 മണി ആയപ്പോഴേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി. പിന്നെ ചായ ഇട്ട് എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലായി. അത് കഴിഞ്ഞ് ഓരോരുത്തരും റെഡിയാവാൻ പോയി. എല്ലാവരും റെഡിയായി. 10 മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി. 11 മണി ആയപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി.
നമ്മളിങ്ങനെ സങ്കടം ഉള്ളിലൊതുക്കി എല്ലാത്തിനും ഓടി നടന്നു. മഹറിടാനായപ്പോൾ എല്ലാവരും ചുറ്റുമുണ്ട്. മഹറിടാനായപ്പോൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരാൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കി. കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ഒന്നുകൂടെ നോക്കി. അതെ, ഷിനുക്ക. ഷിനുക്ക ആരോടും പറയാതെ വന്നോ? നമ്മൾ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ സ്റ്റേജിലേക്ക് കയറി വന്നു. അളിയ, ഇത് വൻ സർപ്രൈസ് ആയല്ലോ. അതാണ് ആരെയും അറിയിക്കാതെ വന്നത്. കൊള്ളാം. എൻ്റെ ഒരേ ഒരു അളിയൻ്റെ കല്യാണത്തിന് കൂടിയില്ലേൽ എങ്ങനാ? മോനെ, എന്താണൊന്നും പറയാത്തേ? ഒന്നുമില്ലപ്പാ, എല്ലാവരും ഒന്ന് ഞെട്ടിക്കാന്ന് കരുതി. നന്നായി. ഏതായാലും കല്യാണത്തിന് പങ്കെടുക്കാനായല്ലോ. എന്നാൽ പിന്നെ മഹർ ഇടാളിയാ. അത് പറഞ്ഞതും മഹർ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കലായി. പിന്നെ, അല്ല പെണ്ണെ, നീ എന്താ എൻ്റെ ഉമ്മാനെയാണോ കല്യാണം കഴിച്ചത്? ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് നമ്മളെ കൈ പിടിച്ചു വലിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി. അഭിനയിക്കണമല്ലോ, എല്ലാവരും നിൽക്കുമല്ലേ, അഭിനയിക്കട്ടെ, ഇനി വേണ്ടി വരില്ലല്ലോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പെണ്ണിനെയും കൊണ്ടുപോകാൻ സമയമായി. പെണ്ണ് ആകെ കരഞ്ഞു കുളമാക്കി. അവൾ ഇതുവരെ മാറി നിന്നിട്ടില്ല. പിന്നെ ഒറ്റ മോളും. കാക്കു നല്ല പാടുപെട്ടു ഓളെ സമാധാനിപ്പിക്കാൻ. വീട്ടിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പെണ്ണിൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു. റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മൾ ഓൾക്ക് ഫ്രഷ് ആവാൻ ഓളെ സഹായിച്ചു. രാത്രി എല്ലാവരും ഫുഡ് കഴിച്ച് ഷിനുക്കയും കാക്കുവും സംസാരിച്ചിരുന്നു. നമ്മൾ ഓളയും കൂട്ടി മുകളിലേക്ക് പോയി. ഓള ആകെ ടെൻഷനിലാണ്. സന, സങ്കടം മാറിയില്ലേ? സങ്കടമൊന്നുമില്ല മിസ്സു. എന്നിട്ടാണ് ഇവിടെ കിടന്ന് കരഞ്ഞത്. അത് ഇതുവരെ മാറി നിന്നിട്ടില്ല. ഇന്ന് അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇക്കു സമ്മതിച്ചില്ലല്ലോ. സാരമില്ല, പോട്ടെ. മോള് പോയി കുളിച്ചിട്ട് വാ. അതെ, ഇക്കു പറഞ്ഞു സാരി ഉടുക്കണമെന്ന്. ഇക്കു തന്നെയാ സാരി സെലക്ട് ചെയ്തത്. മോള് പോയി കുളിച്ച് ഈ ബ്ലൗസും സ്കേർട്ടും ഇട്ടിട്ട് വാ. ഇപ്പോൾ വരാം. സന പോയി കുളിച്ച് വന്നു. നമ്മൾ അവൾക്ക് സാരി ഉടുത്തു കൊടുത്തു. നല്ല മൊഞ്ചത്തിയാക്കി. സന ഇവിടെ ഇരിക്കട്ടാ, ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ഈ സാരി ഉടുത്തു, ഇനി സ്റ്റെപ്പ് ഇറങ്ങേണ്ട. വേഗം വരണേ. നമ്മൾ വേഗം താഴേക്ക് പോയി പാലൊക്കെ റെഡിയാക്കി. ഉപ്പച്ചി പറയുന്നുണ്ട് കാക്കുവിനോട് പോയി കിടക്കാൻ. അളിയ, പോയി കിടന്നോ, പെണ്ണ് കാത്തിരിക്കുന്നുണ്ടാവും. ചെല്ല്. അളിയ, അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ അളിയ എന്നും പറഞ്ഞ് കാക്കു മുകളിലേക്ക് പോയി. നമ്മൾ കാക്കു പോയതിന് പിറകെ പാലുമായി നമ്മളെ റൂമിലേക്ക് ചെന്നു. സന, ദാ പാല്. മോള് ഇനി റൂമിലേക്ക് പോയിക്കോ. മിസ്സു കൂടെ വാ. ഞാനെന്തിനാ? വായോ, എനിക്ക് എന്തോ പോലെ. പിന്നെ ഇന്നലെ കണ്ട പോലെ. വർഷം 5 ആയില്ലേ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്? അതൊക്കെ ശരിയാ, പക്ഷേ ഇപ്പം എൻ്റെ കയ്യും കാലും വിറക്കുന്നു. അയ്യേ, എന്തിന്? വായോ, ഞാൻ റൂമിലാക്കി തരാം. നമ്മൾ ഓളയും കൂട്ടി കാക്കുവിൻ്റെ റൂമിലേക്ക് പോയി. കാക്കു, ദാ പെണ്ണിനെ ഞാൻ സാരിയൊക്കെ ഉടുപ്പിച്ച് മൊഞ്ചാക്കിയിട്ടുണ്ട്. വന്നാ? പെണ്ണിന് പേടിയാവുന്നു എന്ന്. എന്തിന്? എന്താണ് സന? ഒന്നുമില്ല. എന്നാൽ ഞാൻ പോണു മക്കളെ. രണ്ടാളും ഹാപ്പി ആയിരിക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മൾ അതും പറഞ്ഞ് താഴേക്ക് പോന്നു. ഷിനുക്ക അവിടെ എല്ലാവരുമായി സംസാരിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഷിനുക്കയുടെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഉമ്മ. എന്താ മോളെ? ഉമ്മ ഷിനുക്ക വരുന്നത് പറഞ്ഞിരുന്നോ? ഇല്ല മോളെ, വന്നപ്പോഴാണ് അറിയുന്നത് തന്നെ. വേഗം ഡിവോഴ്സ് നടത്താൻ വേണ്ടിയായിരിക്കും. മോള് അതൊന്നും ആലോചിക്കേണ്ട. വീട്ടിലേക്ക് ചെന്നിട്ട് അവനുമായി ഉപ്പ സംസാരിച്ചോളും. മോള് പോയി കിടന്നു. ശരി ഉമ്മ. അത് പറഞ്ഞ് മുകളിലേക്ക് പോയി. മോനെ, നേരം കുറേ ആയി. ഉപ്പച്ചി അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ സമയം നോക്കിയത്. 11 കഴിഞ്ഞു. എന്നാൽ ശരി, നാളെ കാണാം. അതും പറഞ്ഞ് മുകളിലേക്ക് പോന്നു. നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് പെണ്ണ്. നമ്മൾ റൂമിലേക്ക് കയറി ഡോറടച്ചതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. പതിയെ നമ്മൾ പുറകിലൂടെ ചെന്ന് ഓളെ 2 കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. അവളുടെ ഷോൾഡറിൽ താടി കൊണ്ടുവച്ചു. പെട്ടെന്ന് പെണ്ണ് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. നമ്മളോട് ഉമ്മ പോയി കിടന്നോളാൻ പറഞ്ഞപ്പോൾ റൂമിലേക്ക് പോന്നു. കിടക്കാൻ തോന്നിയില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. നാളെ എന്താണ് ഡിവോഴ്സിൻ്റെ കാര്യം അറിയുമ്പോൾ ഇവിടെയുള്ളവരുടെ അവസ്ഥ എന്ന് ആലോചിച്ചു കണ്ണു നിറഞ്ഞു. പെട്ടെന്നാണ് നമ്മളെ മേലൂടെ 2 കൈ ചുറ്റിപ്പിടിച്ചത്. ഒപ്പം നമ്മളെ ഷോൾഡറിൽ താടി വന്നു പതിഞ്ഞതും. നമ്മൾ പേടിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഷിനുക്ക. എന്താണെന്നറിയാതെ നമ്മൾ ഷിനുക്കയുടെ മുഖത്തേക്ക് നോക്കി. പെണ്ണ് കിളി പോയി നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ കൈകൊണ്ട് ഓളെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താണ് പെണ്ണെ? എന്നോടൊന്നും മിണ്ടായില്ലേ? ഷിനുക്ക, എന്താ? എന്ത്? എനിക്കിന്നലെ ഡിവോഴ്സ് നോട്ടീസ് വന്നല്ലോ. വന്നോ? എന്നിട്ട് സൈൻ ചെയ്തോ? ഇല്ല. എന്തേ? പറ്റണില്ലേ? ഒന്നുകൂടെ അവളെ അവനിലേക്ക് ചേർത്തുകൊണ്ട് ചോദിച്ചു. പേടിച്ച എൻ്റെ മോള്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പെണ്ണെ, നിന്നെ ഒരുപാട്. അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. നിന്നെ പിരിയാൻ കഴിയില്ലെന്നും നിന്നെ മറക്കാൻ കഴിയില്ലെന്നുമൊക്കെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല പെണ്ണെ.
എന്നിട്ടെന്തിനാ ഡിവോഴ്സ് നോട്ടീസ്? എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഇങ്ങനെ വന്നു എൻ്റെ പെണ്ണിൻ്റെ ആ ഹാപ്പിനെസ് എനിക്ക് നേരിട്ട് കാണണമെന്ന് തോന്നി. അതാണ് ഞാൻ ആരോടും പറയാതെ പോന്നത്. വേദനിപ്പിച്ചു ഒരുപാട്. പൊരുത്തപ്പെടണം. അങ്ങനെയൊന്നും പറയല്ലേ ഷിനുക്ക. നിങ്ങൾ എൻ്റെ ജീവനാണ്. ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയപ്പോൾ കരയ്ക്ക് പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക്. പോട്ടെ, ഷിനുക്കാനോട് ക്ഷമിക്ക്. എൻ്റെ മോളെ ഇനി ഒരിക്കലും വേദനിപ്പിക്കില്ല. ഒരുപാട് സന്തോഷമായി. ഇന്നലെ എൻ്റെ കയ്യിൽ അത് കിട്ടിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടില്ല. സോറിടാ. പോ ദുഷ്ട. എൻ്റെ കാക്കൂൻ്റെ കല്യാണമാണ് എനിക്ക് മനസ്സമാധാനത്തോടെ കൂടാൻ കഴിയാഞ്ഞത്. അവൻ്റെ നെഞ്ചിൽ 2 കൈ വെച്ച് ഇടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പെണ്ണെ വേദനിക്കണ്. അവളുടെ കൈ വിടുവിച്ച് അവൻ അവളുടെ മേൽ കൈയിട്ട് അവളുടെ കാതോർത്തായി പറഞ്ഞു. പാലെടുത്തിട്ട് വാ. അയ്യടാ പൊക്കോ അവിടുന്ന്. പെണ്ണ് നമ്മളെ കൈ വിടുവിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ വിട്ടില്ല. ഷിനുക്ക പോയേ. പറ്റില്ല. വേണേ ഞാൻ കൂടെ വരാം. വേണ്ട, ഞാൻ പോയി എടുക്കാം. എന്നാ എന്നെ വിട്. പോയിട്ട് വാ. ഷിനുക്ക, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കാം. ശരിക്കും ഉള്ളതാണോ ഇതൊക്കെ? അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി അവർ 2 പേരും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു. അപ്പം മക്കളെ, സ്റ്റോറി അവസാനിച്ചു കേട്ടോ. സ്റ്റോറി കേട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനിയും സ്റ്റോറി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബായ്. അസ്സലാമു അലൈക്കും.